നമസ്കാരം. വിഷുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വ്യക്തി ജനിച്ച ദിവസത്തെ അടിസ്ഥാനമാക്കി ജ്യോതിഷത്തിൽ പൊതുവായ ചില ഫലങ്ങളുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഞായറാഴ്ച ജനിച്ചവരുടെ ഫലമാണ് പറയുന്നത്. ഞായറാഴ്ച സൂര്യൻ്റെ ദിവസം. സ്വർഗാത്മക കഴിവുകളും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും ഇവർ. പൊതുവെ അധികാരം ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഞായറാഴ്ച ജനിച്ചവർ. ഇവർ സത്യസന്ധരും പിതൃഭക്തിയുള്ളവരുമായിരിക്കും. സർക്കാർ ജോലിക്കുള്ള സാധ്യതയൊക്കെ ഇവർക്ക് കൂടുതലായിരിക്കും. അടുത്ത ദിവസമായ തിങ്കളാഴ്ച ജനിച്ചവരുടെ ഫലമാണ് പറയുന്നത്. തിങ്കളാഴ്ച ചന്ദ്രൻ്റെ ദിവസം. തിങ്കളാഴ്ച ജനിച്ചവർ പൊതുവെ ശാന്തശീലരും പ്രസന്നവദനമായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുന്ന സംസാര രീതിയും ദയാലുവുമുള്ള മനസ്സും ഉണ്ടായിരിക്കുന്നവരായിരിക്കും. സാവധാനത്തിലാണെങ്കിലും ജീവിതത്തിൽ മികച്ച പുരോഗതി കൈവരിക്കുന്ന ആളുകളായിരിക്കും തിങ്കളാഴ്ച ജനിച്ചവർ. അടുത്ത ദിവസം ചൊവ്വാഴ്ച. ചൊവ്വയുടെ ദിവസം എന്ന് പറയാം. സാഹസികരും ധൈര്യശാലികളുമായിരിക്കും ചൊവ്വാഴ്ച ജനിച്ചവർ. എടുത്തുചാട്ടം ഉണ്ടാകുമെങ്കിലും ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള കഴിവുള്ളവരായിരിക്കും ചൊവ്വാഴ്ച ജനിച്ചവർ. ബുധനാഴ്ച ജനിച്ചവർ. ബുധൻ്റെ സ്വാധീനമുണ്ട് ഇവർക്ക്. ബുദ്ധിശാലികളും ശാസ്ത്രകാര്യങ്ങളിൽ താല്പര്യമുള്ളവരുമായിരിക്കും ഇവർ. നല്ല രീതിയിൽ സംസാരിക്കാനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാനും ഇവർക്ക് കഴിവുണ്ട്. വ്യാഴാഴ്ച. വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ളവരാണ് ഇവർ. വ്യാഴാഴ്ച ജനിച്ചവർക്ക് കുടുംബത്തിൽ ജ്യേഷ്ഠന്മാരെയും ബന്ധുക്കളെയും സ്നേഹിക്കുന്നവരായിരിക്കും. ബുദ്ധിശാലിയും ദയയും ദൈവഭക്തിയും ഉള്ളവരായിരിക്കും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ. വെള്ളിയാഴ്ച ദിവസം ജനിച്ചവർ ശുക്രൻ്റെ സ്വാധീനമുള്ളവരാണ്. സൗന്ദര്യം, കല, സംഗീതം എന്നിവയിൽ താല്പര്യമുള്ളവരായിരിക്കും. ജീവിതത്തെ ആസ്വദിക്കാൻ വേണ്ടി വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എല്ലാവരോടും സ്നേഹത്തോടുകൂടിയും ദയോടുകൂടിയും പെരുമാറുന്നവരുമായിരിക്കും വെള്ളിയാഴ്ച ദിവസം ജനിച്ചവർ. അടുത്തത് ശനിയാഴ്ച. ശനി ഗ്രഹത്തിൻ്റെ ദിവസം തന്നെയാണ് ശനിയാഴ്ച എന്ന് പറയാം അല്ലേ. കഠിനാധ്വാനികളും കാര്യങ്ങളിൽ ഗൗരവമായി കാണുന്നവരുമായിരിക്കും ശനിയാഴ്ച ജനിച്ചവർ. നീതിബോധം കൂടുതലായിരിക്കും ഇവർക്ക്. പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ ശനിയാഴ്ച ജനിച്ചവർക്ക് സാധിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.